എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ വീഡിയോയിൽ ഇന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നും ടൈപ്സ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ വിഭാഗമായ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ വിഭാഗമായ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പി ടൈപ്പ് സെമി കണ്ടക്ടർ. A p-type semiconductor is obtained when silicon or germanium is doped with a trivalent impurity like aluminum, boron, indium. അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായ സിലിക്കണിലോ ജെർമേനിയത്തിലോ ഏതെങ്കിലും ഒരു ട്രൈവാലൻറ്റ് ഇമ്പ്യൂരിറ്റി ആറ്റം എന്ന് പറഞ്ഞാൽ വാലൻസി 3 വരുന്ന ആറ്റംസാണ്. അത് സാധാരണ നമ്മൾ ഗ്രൂപ്പ് 3 എലമെൻസുകളാണ്. ആ ഗ്രൂപ്പ് 3 എലമെൻസിൽ വരുന്ന ചില ആറ്റംസാണ് അലുമിനിയം, ബോറോൺ, ഇൻഡിയം. അപ്പോൾ ഇത്തരത്തിലുള്ള ആറ്റംസ് ഡോപ്പ് ചെയ്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നമ്മൾ പറയുക. അതെന്തുകൊണ്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. The dopant has one valence electron less than silicon or germanium, and therefore this atom can form covalent bonds with neighboring 3 silicon atoms but does not have any electron to offer to the 4th silicon atom. ഈ ചിത്രത്തിൽ +4 കാണിച്ചിരിക്കുന്നത് സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ എന്ന് നമുക്ക് വായിക്കാം. മേ ബി ഇറ്റ്സ് എ സിലിക്കൺ ആറ്റം ഓർ മേ ബി എ ജെർമേനിയം ആറ്റം. എന്നാൽ അതിൻ്റെ സെൻട്രലായിട്ട് കാണിച്ചിരിക്കുന്ന +3 വരുന്നത് ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആറ്റമാണ്. അവിടെ ആ +3 കാണിക്കുന്നത് അതിൻ്റെ വാലൻസിയാണ്. ഇപ്പോൾ 3 ഇലക്ട്രോൺസാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതുകൊണ്ട് ആ 3 ഇലക്ട്രോൺസും തൊട്ടടുത്ത് വരുന്ന 3 സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ ആറ്റവും തമ്മിൽ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. എന്നാൽ 4ാമത്തെ സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയത്തിനോ ഈ ആറ്റവുമായി കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു വാക്കൻസി ഉണ്ടാകുന്നു, ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. സോ ദ ബോണ്ട് ബിറ്റ്വീൻ ദി 4th നെയ്ബർ ആൻഡ് ദി ട്രൈവാലൻ്റ് ആറ്റം ഹാസ് എ വാക്കൻസി ഓർ ഹോൾ ആസ് ഷോൺ ഇൻ ഫിഗർ. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ആ ഹോള് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ 4ാമത്തെ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആറ്റത്തിന് ഈ സെൻട്രൽ ആറ്റവുമായി ബോണ്ട് ഫോമേഷന് ഒരു വേക്കൻസിയാണ് നിലനിൽക്കുന്നത്. സിൻസ് ദ നെയ്ബറിംഗ് സിലിക്കൺ ആറ്റം ഇൻ ദി ലാറ്റിസ് വാണ്ട്സ് an electron in place of a hole, an electron in the outer orbit of an atom in the neighborhood may jump to fill this vacancy, leaving a vacancy or hole at its own site. Thus the hole is available for conduction. ഇത്തരത്തിലൊരു ഇലക്ട്രോൺ വാക്കൻസി ഉണ്ടാകുമ്പോൾ മറ്റ് കോവലൻ്റ് ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോൺസിന് ഈ പറയുന്ന വാക്കൻറ്റ് സൈറ്റിലേക്ക് വരാനുള്ള ടെൻഡൻസിയും കൂടും, എനർജി കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മറ്റ് കോവലൻ്റ് ബോണ്ട് ഫോമേഷനിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി സ്വീകരിക്കുകയും അവ ഇത്തരത്തിലുള്ള വാക്കൻസികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എവിടെ നിന്നാണോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അവിടെ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹോൾ കണ്ടക്ഷൻ പോസിബിൾ ആവുന്നു. അതുവഴി വാലൻസ് ഷെല്ലിൽ നമുക്ക് കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് വൺ അക്സെപ്റ്റർ ആറ്റം ഗീവ്സ് വൺ ഹോൾ. ദീസ് ഹോൾസ് ആർ ഇൻ അഡീഷൻ ടു the intrinsically generated holes, while the source of conduction electron is only intrinsic generation. Thus, for such a material, the holes are the majority carriers and electrons are minority carriers. Therefore, extrinsic semiconductors doped with the trivalent impurity are called p-type semiconductors.
അപ്പോൾ ഓരോ അക്സെപ്റ്റർ ആറ്റവും ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹോള് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹോൾസിൻ്റെ എണ്ണം എത്ര അക്സെപ്റ്റർ ആറ്റം ഉണ്ടോ അത്ര തന്നെ ഹോൾസും ഉണ്ടാവും. ഈ ഹോൾസ് ഒരിക്കലും ഇൻട്രിൻസിക്കായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടവയല്ല. അത് ട്രൈവാലൻ്റ് ആറ്റം കൊടുക്കുന്നതാണ്. ഈ ഹോൾസിനോടൊപ്പം ഇൻട്രിൻസിക്കായിട്ടും ഹോൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ, വളരെ വലിയൊരു ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സിലിക്കൻ്റെയോ അല്ലെങ്കിൽ ജെർമേനിയത്തിൻ്റെയോ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കോവലൻ്റ് ബോണ്ട് ഫോർമേഷനിലുള്ള ഇലക്ട്രോൺസ് ആ എനർജി സ്വീകരിക്കുകയും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴും ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വാലൻസ് ബാൻഡിൽ. ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസിൻ്റെ നമ്പർ അക്സെപ്റ്റർ ആറ്റം പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻട്രിൻസിക്കായിട്ട് ഡെവലപ്പ് ചെയ്തതുമായിട്ടുള്ള നമ്പറാണ്, ടോട്ടൽ നമ്പറാണ്. എന്നാൽ ഇലക്ട്രോൺസുകളുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരുന്ന ഇലക്ട്രോൺസ് അത് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആണ്. പക്ഷേ ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആവുന്നു, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. So for a p-type semiconductor, the number of electrons is less than number of holes, or number of holes is very much greater than number of electrons. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡോപ്പിംഗ് കൊണ്ട് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. വെദർ ദ എനർജി ബാൻഡ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ gets modified due to doping. The semiconductor's energy band structure is affected by doping. ഡോപ്പിംഗ് കൊണ്ട് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡിൽ വ്യത്യാസങ്ങളുണ്ടാവുന്നു, മാറ്റങ്ങളുണ്ടാവുന്നു. എന്താണ് ആ മാറ്റം? ഇൻ കേസ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, additional energy states due to donor impurities and acceptor impurity also exist. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്മൾ കാണുന്ന വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനോടൊപ്പം അവിടെ അഡീഷണലായിട്ട് ഒരു എനർജി ലെവലും കൂടി ഉണ്ടാവുന്നു. അത് ഡോണർ ഇമ്പ്യൂരിറ്റീസിൻ്റെ ആവാം, അല്ലെങ്കിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിൻ്റെ ആവാം. ആ ഡോണർ ഇമ്പ്യൂരിറ്റിയുടെ എനർജി സ്റ്റേറ്റ്സിനെ നമ്മൾ ED എന്നും അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസിൻ്റെ എനർജി സ്റ്റേറ്റ്സിനെ നമ്മൾ EA കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. ആദ്യം നമുക്കൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇൻ ദി എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ദ ഡോണർ എനർജി ലെവൽ ED ഈസ് സ്ലൈറ്റ്ലി ബിലോ ദി ബോട്ടം EC ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ്, ആൻഡ് ഇലക്ട്രോൺസ് ഫ്രം ദിസ് ലെവൽ മൂവ് ഇൻ ടു ദി കണ്ടക്ഷൻ ബാൻഡ് വിത്ത് വെരി സ്മോൾ സപ്ലൈ ഓഫ് എനർജി. At room temperature, most of the donor atom gets ionized, but very few, that is of the order of 10 raised to minus 12 atoms of silicon get ionized. So the conduction band will have most electrons coming from the donor impurities as shown. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡാണ്. അതിൽ ബ്ലൂ റീജിയൻസ്, അതാണ് സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ലോവർ പോർഷനിൽ വരുന്നത് വാലൻസ് ബാൻഡും അപ്പർ പോർഷനിൽ വരുന്നത് കണ്ടക്ഷൻ ബാൻഡും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ദറ്റ് ഈസ് ആക്ച്വലി ദി ഡോണർ എനർജി സ്റ്റേറ്റ്സ് ഓഫ് ഡോണർ ആറ്റംസ്. ഈ സ്റ്റേറ്റുകളിലാണ്, ED എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലാണ് നമുക്ക് അഞ്ചാമത്തെ ഇലക്ട്രോൺ, കോവലൻ്റ് ബോണ്ടിൽ ഒന്നും ഫോം ചെയ്യാത്ത അല്ലെങ്കിൽ പങ്കെടുക്കാത്ത അഞ്ചാമത്തെ അൺബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് ഈ എനർജി സ്റ്റേറ്റിലാണ്. ഇവിടെ EDയും EC എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് എനർജി വാല്യൂ ആണ്, അല്ലെങ്കിൽ എനർജി ലെവലാണ്.
അത് രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ, ഇ സിയും ഇ ഡിയും തമ്മിലുള്ള എനർജി സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. 0.01 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ടാകുമ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ അൺബൗണ്ടഡ് ഇലക്ട്രോൺസ് വിച്ച് ആർ ദെയർ ഇൻ ദി സ്റ്റേറ്റ് ഇ ഡി migrates to or transferred to, shifted to conduction band. അത് കോവലന്റ് ബോണ്ടിലൊന്നും പങ്കെടുക്കാത്ത ഇലക്ട്രോണുകളായതുകൊണ്ട് അവ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഹോൾസോ ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി ഡോണർ ആറ്റം ഗെറ്റ്സ് അയണൈസ്ഡ് ബിക്കോസ് ദേ ലൂസ് ഓൺ ഇലക്ട്രോൺ ആൻഡ് ഓൾ ദീസ് ഇലക്ട്രോൺ ഗോസ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് ഡോണർ ആറ്റംസ് വളരെ പെട്ടെന്ന് അയണൈസ് ചെയ്യപ്പെടുന്നു. ഇതിനോടൊപ്പം ടെമ്പറേച്ചറിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ എ ഫ്യൂ ഇലക്ട്രോൺസ് ഫ്രം ദി വാലൻസ് ഷെൽ ഓഫ് സെമി കണ്ടക്ടർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇത്തരത്തിൽ ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വാക്കൻസി വാലൻസ് ഷെല്ലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുക. പക്ഷേ അത്തരത്തിൽ അയണൈസ് ചെയ്യപ്പെടുന്ന സിലിക്കൺ ആറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ജെർമേനിയം ആറ്റത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. 10⁻⁻12 ഓർഡറിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇൻട്രൻസിക്കലി ജനറേറ്റഡ് ആയിട്ടുള്ള ഹോൾസിൻ്റെ എണ്ണം ഇവിടെ വളരെ വളരെ കുറവായിരിക്കും. അത് കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ചിത്രത്തിൽ വാലൻസ് ബാൻഡിൽ ഒരു വൈറ്റ് ഡോട്ട് കാണിച്ചിരിക്കുന്നത്. വൈറ്റ് ഡോട്ട് റെപ്രസെൻറ്റ്സ് ഹോൾസ് ആൻഡ് ബ്ലാക്ക് ഡോട്ട്സ് റെപ്രസെൻറ്റ്സ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ ബാൻഡിൽ നമ്മൾ കാണുന്ന ആ ഇലക്ട്രോൺസുകളൊക്കെ തന്നെ ഡോണർ ആറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇ ഡി സ്റ്റേറ്റിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരുന്നവയാണ്. Similarly, for p-type semiconductor, the acceptor energy level EA is slightly above the top EV of the valence band. With very small supply of energy, an electron from the valence band can jump to the level EA and ionize the acceptor negatively. എന്നാൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടുത്തെ എനർജി ബാൻഡ് മോഡിഫിക്കേഷൻ ചിത്രത്തിൽ കാണുന്ന പോലെയാണ്. ഇവിടെയും കണ്ടക്ഷൻ ബാൻഡുണ്ട്, വാലൻസ് ബാൻഡുണ്ട്. അതിനോടൊപ്പം അക്സെപ്റ്റർ എനർജി ലെവലും കാണാം, അല്ലെങ്കിൽ അക്സെപ്റ്റർ ആറ്റത്തിൻ്റെ എനർജി ബാൻഡും കൂടി അവിടെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ എനർജി സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നത് ഹോൾസാണ്. ആ ഇ എ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റുകളിൽ നമ്മൾ കാണപ്പെടുന്നത് ഹോൾസുകളാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു എനർജി സെപ്പറേഷൻ നമുക്കവിടെ കാണാം. ഇ വിയും ഇ എയും, ഇ വി അവിടെ ഡിനോട്ട് ചെയ്യുന്നത് വാലൻസ് ഷെല്ലിലെ ഹയസ്റ്റ് എനർജി വാല്യൂ ആണ്. ഈ രണ്ട് എനർജിയും തമ്മിലുള്ള സെപ്പറേഷനും വളരെ വളരെ കുറവാണ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 0.01 ഇലക്ട്രോൺ വോൾട്ട് ടു 0.05 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ചെറിയൊരു എനർജി വ്യത്യാസം വരുമ്പോൾ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, കോവലന്റ് ബോണ്ടിൽ ഫോം ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ഈ എനർജി സ്വീകരിക്കുകയും അവ തൊട്ടടുത്ത എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള ഇ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതുവഴി അവിടെ ഉണ്ടായിരുന്ന ഹോളുമായി റീകമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ നിന്നും അക്സെപ്റ്റർ എനർജി ലെവലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. വാലൻസ് ഷെല്ലിൽ നിന്നും അക്സെപ്റ്റർ എനർജി ലെവലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായി വാലൻസ് ഷെല്ലുകളിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു എനർജി സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം അക്സെപ്റ്റർ ആറ്റംസും അയണൈസ് ചെയ്യപ്പെടുന്നു. ഇതിനോടൊപ്പം വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ വാലൻസ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്കും പോവാം. അതുവഴിയും ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹോൾസ് രണ്ട് രീതിയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒന്ന്, ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ നിന്നും ഇ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോഴും. സോ ദ നമ്പർ ഓഫ് ഹോൾസ് ജനറേറ്റഡ് ഈസ് much greater than the number of electrons created there. അതുകൊണ്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്നും ഇലക്ട്രോൺസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്നും നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്കത് കാണാൻ സാധിക്കും.
കണ്ടക്ഷൻ ബാൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വളരെ കുറച്ച് ഇലക്ട്രോൺസുകളാണ്. ഇവിടെ വൈറ്റ് ഡോട്ട്സുകൾ കാണിക്കുന്നത് ഹോൾസിൻ്റെ പ്രസൻസ് ആണ്. ബ്ലാക്ക് ഡോട്ട്സ് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോൺസുകളുടെ പ്രസൻസ് ആണ്. Alternatively, we can also say that with very small supply of energy, the hole from level EA sinks down into the valence band. Electrons rise up and holes fall down when they gain external energy. At room temperature, most of the acceptor atoms gets ionized, leaving holes in the valence band. Thus, at room temperature, the density of holes in the valence band is predominantly due to impurity in the extrinsic semiconductor. അപ്പോൾ ഈ രീതിയിലാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എനർജി ബാൻഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്നും എനർജി ബാൻഡിൽ വരുന്ന മോഡിഫിക്കേഷനുകളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പി എൻ ജംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്.